എൻ്റെ അടുത്തേക്ക് പുറപ്പെടുകയുണ്ടായി. നിസ്കാര സമയമായിട്ടുണ്ട്, നമുക്ക് പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉളു എടുത്ത് ഈ സിദ്ധനായ മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നുണ്ട്. ആ പള്ളിയിൽ അവർ വെയിറ്റ് ചെയ്തു. പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ ആ സിദ്ധനുമായി കണ്ട് സലാം പറഞ്ഞ് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഒരു അനുഭവമുണ്ടായി. എന്താണ്? അദ്ദേഹം കാർക്കിച്ചു തുപ്പിയത് ഖിബിലയുടെ ഭാഗത്തേക്കായിരുന്നു. ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി പറഞ്ഞു, നമുക്ക് പോകാം, ഇദ്ദേഹവുമായി യാതൊരു ബന്ധവും നമുക്ക് ആവശ്യമില്ല. സലാം പോലും പറയാതെ അബൂ യസീദ് ബിസ്താമി തങ്ങൾ പിരിഞ്ഞു പോരുകയാണുണ്ടായത്. ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് കാരണം? അപ്പോൾ അവർ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ ഒരു സുന്നത്തിന് വിരുദ്ധമായിട്ട് ഖിബിലക്ക് ഭാഗം ഖിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല എന്ന നബി തങ്ങളുടെ സുന്നത്താണ്. ഈ സുന്നത്തിന് വിരുദ്ധമായിട്ട് ഖിബിലക്ക് നേരെ അദ്ദേഹം കാർക്കിച്ചു തുപ്പി. അതുകൊണ്ട് ഒരു സുന്നത്ത് പാലിക്കുന്നതിൽ ഇത്രയും കൃത്യവിലോപം അദ്ദേഹം കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കശ്ഫിൻ്റെ അവകാശവാദം നമുക്ക് പകച്ചു കൊടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ സലാം പോലും പറയാതെ പിരിഞ്ഞു പോകുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ മഹാന്മാരായ ആളുകളൊക്കെ തന്നെ ഇക്കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് പാലിക്കുന്ന കാര്യത്തിൽ വളരെ കാർക്കശ്യം പാലിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആലിമീങ്ങൾ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ആദരിച്ചിട്ടുള്ള സംഗതിയാണ് ഇൽമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ സിദ്ധന്മാർ ബഹുമാനപ്പെട്ട കരീം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം മുത്തഅല്ലിമീങ്ങളോട് ആലിമീങ്ങളോട് ഇൽമിനോട് വളരെ ബഹുമാനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെല്ലാവർക്കും അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചുള്ള കാര്യമാണ്. നല്ല മനുഷ്യന്മാരുടെ നല്ല ലക്ഷണത്തിൽപ്പെട്ടതാണ് ആലിമീങ്ങളോട് ബഹുമാനമുണ്ടാക്കുകയെന്നത്. നേരെ മറിച്ച് വ്യാജസിദ്ധന്മാരാണെങ്കിൽ അവർക്ക് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ആലിമീങ്ങളോട് വെറുപ്പാണ്. ആലിമീങ്ങളെ അവർ കുറ്റപ്പെടുത്തും. ആലിമീങ്ങൾക്ക് കാര്യമൊന്നും തിരികെയില്ലെന്ന് പറഞ്ഞാൽ അവരെ ഇകഴ്ത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. യഥാർത്ഥമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും സുഫിവര്യന്മാരും ഒക്കെ ഇൽമിനെയും ആലിമീങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാനായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാ